ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. LGS ഉൾപ്പെടെ PSC എല്ലാ പരീക്ഷകളിലും ആവർത്തിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ടവയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ടിപ്പു സുൽത്താന്റെ തലസ്ഥാന നഗരം ഏതാണ്? ടിപ്പു സുൽത്താന്റെ തലസ്ഥാന നഗരം ഏതാണ്? ശ്രീരംഗപട്ടണമാണ് ടിപ്പു സുൽത്താന്റെ തലസ്ഥാന നഗരം. റേഡിയോ ട്രാൻസ്മിഷന്റെ തത്വം ആദ്യമായി വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? റേഡിയോ ട്രാൻസ്മിഷന്റെ തത്വം ആദ്യമായി വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ്. PhD എന്നതിന്റെ പൂർണ്ണരൂപം ഡോക്ടർ ഓഫ് ഫിലോസഫി. PhD എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഡോക്ടർ ഓഫ് ഫിലോസഫി. വിദ്യാഭ്യാസ വായ്പയ്ക്കും സ്കോളർഷിപ്പിനും വേണ്ടി ഭാരത സർക്കാർ ആരംഭിച്ച ഏകജാലക പോർട്ടലാണ് വിദ്യാലക്ഷ്മി. വിദ്യാഭ്യാസ വായ്പയ്ക്കും സ്കോളർഷിപ്പിനും വേണ്ടി ഭാരത സർക്കാർ ആരംഭിച്ച ഏകജാലക പോർട്ടലാണ് വിദ്യാലക്ഷ്മി. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദിയുടെ തീരത്താണ്. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ടിപ്പു സുൽത്താന്റെ തലസ്ഥാന നഗരമായിരുന്നു ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയും എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ TK രവീന്ദ്രനാണ്. വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പ്രൊഫസർ TK രവീന്ദ്രൻ. കുരാമദേര ബുദ്ധക്ഷേത്രം എവിടെയാണ്? കുരാമദേര ബുദ്ധക്ഷേത്രം ക്യോട്ടോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാലസേവാ സമിതി എവിടെയാണ് സ്ഥാപിച്ചത്? വൈക്കത്താണ് ബാലസേവാ സമിതി സ്ഥാപിച്ചത്. ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു. പോരുക നാട്ടാരെ, പോർക്കളമെത്തുക നാട്ടാരെ, ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ. 1945 സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചത് ആരാണ്? SK പൊറ്റക്കാടാണ് ഈ ഗാനം രചിച്ചത്. ഇത് നിരോധിച്ചത് ആരാണ്? സർ CP രാമസ്വാമി അയ്യർ. വർഷം 1945. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യയായിരുന്നു. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശാണ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. സിംഹഭൂമി രചിച്ചത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാട്. ഏത് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത്? കോഴിക്കോട് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള മലനിര അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഏതാണ്? സിവാലിക്കാണ് ഔട്ടർ ഹിമാലയ. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള മലനിര സിവാലിക്. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ് ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം തുടരാം? അനിശ്ചിതത്വം. അനിശ്ചിതത്വ കാലം വരെ തുടരാം. അപ്പൊ ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഓരോ പള്ളിക്കും ഒപ്പവും ഓരോ പള്ളിക്കൂടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇത് PSCയുടെ റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കൂടം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്.
അവധിൽ 1887 കലാപം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത് മഹൽ. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. 1857 കലാപം ഒരു സംഭവമല്ല, ഒട്ടേറെയാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? CA ബെയ്ലിയുടെ പ്രസ്താവനയാണ്. 1857 കലാപം ഒരു സംഭവമല്ല, ഒട്ടേറെ സംഭവങ്ങളാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? CA ബെയ്ലി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങളെയാണ്. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെ? മൺസൂൺ കാറ്റുകളെ. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണ്? മൺസൂൺ കാറ്റുകളെയാണ്. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ആരാണ്? ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ചപ്പേക്കർ സഹോദരന്മാരാണ്. ചപ്പേക്കർ സഹോദരന്മാർ. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരി. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരിയാണ് പൊക്കാളി അരി. പൊക്കാളി അരി. ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹ സങ്കരമാണ് ഉരുക്ക്. ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹ സങ്കരമാണ് ഉരുക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിതയാണ് MS ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിതയാണ് MS ഫാത്തിമ ബീവി. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ച ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ്. ഏത് നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത്? ജാൻജവതി. ജാൻജവതി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. റാംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് റാംസാർ കൺവെൻഷൻ നടന്നത്. റാംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971. സൈനിക ബഹുമതിയായ കീർത്തിചക്ര ലഭിച്ച ആദ്യ പോലീസ് ഉദ്യോഗസ്ഥരാണ് അജിത് ദോവൽ. അജിത് ദോവലിനാണ് സൈനിക ബഹുമതിയായ കീർത്തിചക്ര പുരസ്കാരം ലഭിച്ച ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പദവി ഉള്ളത്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. അപ്പോൾ പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത്. ഏത് സിനിമയിലാണ് ചാർലി ചാപ്ലിൻ കഥാപാത്രം ഷൂ തിന്നുന്ന രംഗമുള്ളത്? ഗോൾഡ് റഷ്. ഗോൾഡ് റഷ് എന്ന സിനിമയിലാണ് ചാർലി ചാപ്ലിൻ എന്ന കഥാപാത്രം ചാർലിന്റെ കഥാപാത്രം ഷൂ തിന്നുന്ന രംഗമുള്ളത്. ഗോൾഡ് റഷ്. പാലക്കാട്ട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? പാലക്കാട്ട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. TR കൃഷ്ണസ്വാമി അയ്യർ. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2007. ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 2007. ജൻധൻ യോജന ആരംഭിച്ചത് എന്നാണ്? പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത് 2014 ഓഗസ്റ്റ് 28-നാണ്. 2014 ഓഗസ്റ്റ് 28-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പാണ് അസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പാണ് അസ്ട്രോസാറ്റ്. ഒഴുകുന്ന ജലത്തിലുള്ള ഊർജം. ഒഴുകുന്ന ജലം ആവുമ്പോൾ അത് ഗതികോർജമാണ്, കൈനറ്റിക് എനർജി. ടാങ്കിൽ കെട്ടി നിർത്തുന്ന ജലത്തിലോ സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒഴുകുന്ന ജലത്തിലുള്ള ഊർജം എന്ന് പറയുന്ന ഗതികോർജമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമമാണ് ചന്ദിരൂർ. ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലമാണ് ഘർഷണം. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലമാണ് ഘർഷണ ബലം. CBIയുടെ ആദ്യത്തെ ഡയറക്ടർ ആരാണ്? CBIയുടെ ആദ്യത്തെ ഡയറക്ടർ DP കോഹ്ലി. DP കോഹ്ലി ആയിരുന്നു CBIയുടെ ആദ്യത്തെ ഡയറക്ടർ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോബ്സൺ യൂണിറ്റ്. ഡോബ്സൺ യൂണിറ്റ് ആണ് ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവ് വോ ആണ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത്.
കാർണലൈറ്റിന്റെ രാസനാമം കാർണലൈറ്റ്. കാർണലൈറ്റിന്റെ രാസനാമം ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ് എന്നതാണ്. കാർണലൈറ്റിന്റെ രാസനാമം എന്താണ്? ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രേറ്റഡ്, അതായത് വാട്ടറിന്റെ കണ്ടന്റും കൂടെ ഉള്ളതാണ്. ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കാർണലൈറ്റ്. കാർണലൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ് എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യത്തിന്റെ പ്രധാന അയിരാണ് കാർണലൈറ്റ്. ഓക്കെ, കാർണലൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ്? പൊട്ടാസ്യം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാൻ ആണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം ഏതാണ്? മംഗൾയാൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം. ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? 1435 മീറ്റർ ആണ് ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം. മീറ്റർ പെർ സെക്കൻഡ് 1435 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡാൾട്ടനിസം ഉള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെ? ചുവപ്പും പച്ചയും വർണ്ണാന്തത അഥവാ ഡാൾട്ടനിസം ഉള്ള ആളിന് തിരിച്ചറിയാൻ കഴിയില്ല. ചുവപ്പും പച്ചയും. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ. 1971. നേരത്തെ പറഞ്ഞു, തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രമാണ് ഹോട്ട് ഷോട്ട്. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രമാണ് ഹോട്ട് ഷോട്ട്. ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ആർ രാമചന്ദ്രൻ നായർ. ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ആർ രാമചന്ദ്രൻ നായരാണ്. അർജുനന്റെ വില്ല് ഗാണ്ഡീവം ആരുടെ വില്ലാണ്? അർജുനന്റെ വില്ലാണ് ഗാണ്ഡീവം. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് മൻമഥനാഥ് റോയ് ചൗധരിയാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ്. മൻമഥനാഥ് റോയ് ചൗധരി. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് RN പ്രസാദ്. മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് RN പ്രസാദ്. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. അപ്പൊ എവിടെയാണ് അന്ത്യോദയ അന്ന യോജന ആരംഭിച്ചത്? രാജസ്ഥാനിലാണ്. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. അടുത്ത ചോദ്യം, ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്? ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്? 1997 ഓഗസ്റ്റ് 15 ശേഷം ജനിച്ചവർക്കാണ്. അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ റേഷൻ കാർഡിന്റെ നിറം എന്താണ്? പച്ച നിറമാണ് അവരുടെ റേഷൻ കാർഡിന്റെ നിറം. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തിയ പരീക്ഷണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രോജക്ട് ലൂൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാനിൽ നിന്നും കിഴക്കുമാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി. ഈ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് താമോ മാസിഫ്. വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാനിൽ നിന്നും കിഴക്കുമാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി. ഈ അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? താമോ മാസിഫ് എന്നതാണ്. താമോ മാസിഫ്. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ചെറുകുളത്തൂർ, കോഴിക്കോട് ജില്ല. റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം. അപ്പൊ റെയിൽവേക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക ബഡ്ജറ്റ് അവസാനമായിട്ട് അവതരിപ്പിച്ചത് 2016 അതിനുശേഷം അത് ഏകോപിപ്പിച്ചു നമ്മുടെ ദേശീയ ബഡ്ജറ്റിന്റെ ഭാഗമാക്കി മാറ്റി.
അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകമാണ് അപ്പോളോ 17. അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകം ഏതാണ്? അപ്പോളോ 17 ആണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ മറൈൻ 1. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്ററാണ് മറൈൻ 1. സിസ്റ്റർ നിവേദിത ആരുടെ പ്രധാന ശിഷ്യയാണ്? സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ഒറിജിനൽ പേരെന്താ? മാർഗരറ്റ് ഇ നോബൽ എന്നതാണ് സിസ്റ്റർ നിവേദിതയുടെ ഒറിജിനൽ പേര്. ആരുടെ ശിഷ്യയാണ്? സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയാണ്. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസ് ആണ് റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്നത്. കാദംബരി പൂർത്തിയാക്കിയ ബാണന്റെ പുത്രനാണ് ഭൂഷൺ. ഭൂഷണാണ് കാദംബരി പൂർത്തിയാക്കിയ ബാണന്റെ പുത്രൻ. ആരാണ്? ഭൂഷൺ. ഭൂഷണാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകിയ ആദ്യ ഇന്ത്യൻ വ്യവസായിയാണ് മുകേഷ് അംബാനി. കേന്ദ്ര സർക്കാർ ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകിയ ആദ്യ ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനി. അശോക ചക്ര ലഭിച്ച ആദ്യ വ്യോമസേന അംഗമാണ് സുഹാസ് ബിശ്വാസ്. അശോക ചക്ര ലഭിച്ച ആദ്യ വ്യോമസേന അംഗമാണ് സുഹാസ് ബിശ്വാസ്. ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് ആരുടെ കൃതിയാണ്? ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് എന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോയുടെ കൃതിയാണ് ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ്. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യം ഏതാണ്? സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന വാക്യമാണ് കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ കേരളത്തിലെ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടനാട്. കുട്ടനാടുമായി ബന്ധപ്പെട്ടതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. വർഷം 1955. കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ടാണ്. അപ്പോൾ കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട്. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ജഗ്ജീവൻ റാം. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരായിരുന്നു? ജഗ്ജീവൻ റാം. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം ഏതാണ്? ഇരിങ്ങാലക്കുടയാണ്. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ക്വാർണർ പ്രക്രിയയുണ്ട്, ബോഷ് പ്രോസസ്സും ഉണ്ട്. ഇതിലൂടെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യമാണ് ഭൂട്ടാൻ. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യമാണ് ഭൂട്ടാൻ. ചരക്ക് സേവന നികുതി കൗൺസിൽ രൂപീകരിച്ച വർഷം? GST കൗൺസിൽ രൂപീകരിച്ച വർഷം 2016. പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം സഞ്ചരിച്ച ആദ്യ ഇന്ത്യക്കാരൻ? പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ലയാണ് കണ്ണൂർ. കണ്ണൂര്. കർണകൂതൂഹലം രചിച്ചത് ആര്? കർണകൂതൂഹലം രചിച്ചത് ഭാസ്കരാചാര്യ രണ്ടാമനാണ് കർണകൂതൂഹലം രചിച്ചത്. ഒന്നാം ലോക്സഭയിലെ ആകെ അംഗങ്ങൾ 499 ആൾക്കാരാണ് ഒന്നാം ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. 499. ഷീസോഫ്രീനിയ ഏതിനം രോഗമാണ്? ഷീസോഫ്രീനിയ മാനസിക രോഗമാണ് ഷീസോഫ്രീനിയ. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര മീറ്ററിൽ സഞ്ചരിക്കും? 340 മീറ്ററിലാണ് സഞ്ചരിക്കുന്നത്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിതയാണ് മനോഹര ഹോൽക്കർ ആണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിത. മനോഹര ഹോൽക്കർ. വർഷം 1967. അടുത്ത ചോദ്യം, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടാമത്തെ വനിത ഫുർചരൺ കൗർ. 1969 രണ്ടാമത്തെ വനിതയായ ഫുർചരൺ കൗർ 1969 രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടാമത്തെ വനിത എന്നറിയപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് രാജ ആനന്ദ് ചന്ദ്. എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി അല്ലെങ്കിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ ആനന്ദ് ചന്ദാണ് ലോക്സഭയിലേക്ക്. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യ സൈനിക കേന്ദ്രമാണ് ഫർഖോർ ആണ് രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യ സൈനിക കേന്ദ്രം. ഫർഖോർ. ചൂയിങ് ഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫലം ആണ് ചിക്കുയിൽ നിന്നാണ് ചൂയിങ് ഗം നിർമ്മിക്കുന്നത്.
സുവർണ നഗര കവാടം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ ആണ് സുവർണ നഗര കവാടം എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975. 1975 ഹോക്കി ലോകകപ്പ് ഇന്ത്യ നേടുന്നത്. ക്രിക്കറ്റ് ലോകകപ്പ് ആരംഭിച്ച വർഷവും 1975. വിന്നേഴ്സ് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. അപ്പൊ ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975. US സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിതയാണ് കമല ഹാരിസ്. ഇമ്പോർട്ടന്റ് ചോദ്യം. US സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിത കമല ഹാരിസ്. അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പേട് എഴുതി കൊടുത്ത വർഷം AD 849. AD 849 അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പേട് എഴുതി കൊടുത്തത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത്. കേരള നിയമസഭയിലെ ആദ്യ BJP അംഗമാണ് O രാജഗോപാൽ. കേരള നിയമസഭയിലെ ആദ്യ BJP അംഗമാണ് O രാജഗോപാൽ. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്ക് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്ക്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? വില്യം ഹാർവിയാണ് രക്തചംക്രമണം കണ്ടുപിടിച്ചത്. മുഗൾ സാമ്രാജ്യ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഷാജഹാൻ ആണ്. മുഗൾ സാമ്രാജ്യ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആരാണ്? ഷാജഹാൻ. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ ഭരണഘടകമാണ് ഡൽഹി. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ ഭരണഘടകമാണ് ഡൽഹി. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാനാണ് ധരംവീരയാണ് ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ. ആരാണ്? ധരംവീര. ഇന്ത്യയിലെ US അംബാസിഡറുടെ വസതിയാണ് റൂസ്വെൽറ്റ് ഹൗസ്. ഇന്ത്യയിലെ US അംബാസിഡറുടെ വസതി ഏതാണ്? റൂസ്വെൽറ്റ് ഹൗസ് ആണ്. APJ അബ്ദുൽ കലാം അന്തരിച്ച വർഷം 2015 APJ അബ്ദുൽ കലാം അന്തരിച്ചത്. ബാലാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിന്ദു ദൈവമാണ് വിഷ്ണു ഭഗവാനാണ് ബാലാജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിഷ്ണു. കേന്ദ്ര ആട് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര ആട് ഗവേഷണ കേന്ദ്രം മഖ്ദൂം ഫാറ, മധുരയ്ക്ക് സമീപമാണ് മഖ്ദൂം. അവിടെയാണ് കേന്ദ്ര ആട് ഗവേഷണ കേന്ദ്രം, മഖ്ദൂം ഫാറ. സ്വത്ത് വിവരം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് പ്രതിഭ പാട്ടീൽ. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹയാണ് ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അംഗപരിമിതയായ ഇന്ത്യൻ വനിതയാണ് അരുണിമ സിൻഹ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അംഗപരിമിതയായ ഇന്ത്യൻ വനിത ആരാണ്? അരുണിമ സിൻഹയാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1851. 1851 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. വർഷം 1851. ലോകസഭയിൽ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച തീയതി 1963 ഓഗസ്റ്റ് 19. 1963 ഓഗസ്റ്റ് 19 ലോകസഭയിൽ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. 1963 ഓഗസ്റ്റ് 19. ലോകത്തിലെ മികച്ച നോവലായ യുലിസസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് N മൂസക്കുട്ടിയാണ്. ലോകത്തിലെ മികച്ച നോവലായ യുലിസസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? N മൂസക്കുട്ടിയാണ്. കാർബണാരി പ്രസ്ഥാനം ഏത് രാജ്യത്തിന്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഇറ്റലിയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് കാർബണാരി പ്രസ്ഥാനം. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന, ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്, എന്തായാലും ഒന്നുകൂടെ ഒന്ന് കേൾക്കുക. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. ഒരു ചോദ്യം കൂടി റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്? 1997 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറിലെ പ്രധാന ഭാഷയാണ് ബംഗാളി. ഓക്കെ. ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബെൻഡില ഡിക്കോത്ത. ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിത ബെൻഡില ഡിക്കോത്ത, 2004. കേരളത്തിലെ ESI മെഡിക്കൽ കോളേജ് എവിടെയാണ്? പാരിപ്പള്ളി, കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് കേരളത്തിലെ ESI മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഹോപ്പ്മാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോപ്പ്മാൻ കപ്പ് ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ടെന്നീസ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. സ്ത്രീശക്തി എന്നത് കേരള
കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണവും രാഷ്ട്രമഹിള എന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണവുമാണ്. അടുത്ത ചോദ്യം, എവിടെ വെച്ചാണ് APJ അബ്ദുൽ കലാം അന്തരിച്ചത്? 2015 അന്തരിച്ചതെന്ന് നേരത്തെ പറഞ്ഞു. എവിടെ വെച്ചാണ്? ഷില്ലോങ്ങിൽ വെച്ചാണ് അന്തരിച്ചത്. അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1959. അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1959. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ ആസ്ഥാനം ലക്നൌവിലാണ്. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സൊസൈറ്റിയുടെ ആസ്ഥാനം ലക്നൌ. ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ബംഗാളി ഔദ്യോഗിക ഭാഷയായി ഉപയോഗത്തിലുള്ളത്? ത്രിപുര. നേരത്തെ പറഞ്ഞു ആൻഡമാൻ നിക്കോബാറിലെ പ്രധാന ഭാഷയും ബംഗാളിയാണ്. കൂടാതെ ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ബംഗാളി ഔദ്യോഗിക ഭാഷയായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ത്രിപുരയിലാണ്. ത്രിപുര. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി രചിച്ചത് യോഗാനന്ദ പരമഹംസയാണ്. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി രചിച്ചത് ആരാണ്? യോഗാനന്ദ പരമഹംസ. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യ ശാഖ ആരംഭിച്ച നഗരമാണ് മുംബൈ. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യ ശാഖ ആരംഭിച്ച നഗരമാണ് മുംബൈ. ദ റിലിജിയൻ ഓഫ് മാൻ. ദ റിലിജിയൻ ഓഫ് മാൻ ആരുടെ രചനയാണ്? ടാഗോറിന്റെ രചനയാണ്. ആനി ബസന്ത് അന്തരിച്ച വർഷം 1933 ആനി ബസന്ത് അന്തരിച്ചത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലമാണ് ഗുഡ്ഗാവ് അഥവാ ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലം ഗുഡ്ഗാവ് അഥവാ ഗുരുഗ്രാം. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സുരേഷ് റെയ്ന. സുരേഷ് റെയ്നയാണ് 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. സുരേഷ് റെയ്ന. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ചത് അരിസ്റ്റോട്ടിലാണ്. പൊളിറ്റിക്കൽ സയൻസിനെ എന്തെന്ന് വിളിച്ചു? മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ചു. ആര്? അരിസ്റ്റോട്ടിൽ. തേളിന്റെ വിഷമുള്ള അവയവം ഏതാണ്? വാല്. തേളിന്റെ വാലിലാണ് വിഷമിരിക്കുന്നത്. വാലിൽ. ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആർ രാമചന്ദ്രൻ നായർ. 1871 ആ വിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാനം, വിഭജിക്കാത്ത പഞ്ചാബിന്റെ തലസ്ഥാനമായ നഗരമാണ് ഷിംല. അപ്പോൾ 1871 ആ അഭിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാനമായ നഗരം ഏതാണ്? ഷിംലയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട. ഫ്രഷ് വാട്ടർ F അല്ലേ, അപ്പൊ ശാസ്താംകോട്ടയും F-ന്റെ ആകൃതിയിലാണ്. തോറ്റങ്ങൾ എഴുതിയത് ആരാണ്? കോവിലനാണ് തോറ്റങ്ങൾ എഴുതിയത്. കോവിലന്റെ യഥാർത്ഥ നാമം എന്താണ്? VV അയ്യപ്പൻ. തോറ്റങ്ങൾ എഴുതിയത് ആരാണ്? കോവിലൻ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കോവിലൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എയർലൈൻസ് ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ നെതർലാൻഡ്സിന്റെ എയർലൈൻസ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എയർലൈൻസ്. കോവലന്റെയും കണ്ണകിയുടെയും പ്രണയം പ്രതിപാദിക്കുന്ന കൃതിയാണ് ചിലപ്പതികാരം. ചിലപ്പതികാരം ആരെയൊക്കെ വെച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചിലപ്പതികാരത്തിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? കോവലനും കണ്ണകിയും. എഴുതിയത് ആരാണ്? ഇളങ്കോ അടികളാണ് ചിലപ്പതികാരം എഴുതിയത്. ബാങ്കിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടകം. ബാങ്കിങ്ങിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കർണാടകമാണ്. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്ന ജലപ്രവാഹം, പൊന്നിയം പുഴ എന്നറിയപ്പെടുന്ന തലശ്ശേരി പുഴയാണ്. തലശ്ശേരി പുഴയുടെ വേറൊരു പേരാണ് പൊന്നിയം പുഴ. DNA ഘടന കണ്ടുപിടിച്ചത്, അപ്പം DNA ഡബിൾ ഹെലിക്സ് മോഡൽ ചുറ്റുഗോവണി മാതൃക കണ്ടുപിടിച്ചത് വാട്സണും ക്രിക്കും ചേർന്നിട്ടാണ്. കോശത്തിന്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിന്റെ ഊർജ സംഭരണി, പവർ ഹൗസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ. ടാഗോർ ശിവഗിരി സന്ദർശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി നടത്തിയ സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തത് കുമാരനാശാനാണ്. സ്വന്തമായി നഗരമൃഗം ഉള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവഹത്തിയാണ്. പരദേശി സിനഗോഗ് എവിടെയാണ്? മട്ടാഞ്ചേരി. പരദേശി സിനഗോഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മട്ടാഞ്ചേരിയിലാണ്. ആദ്യത്തെ മാമാങ്കം നടന്ന സ്ഥലം തിരുനാവായയിലാണ് ആദ്യത്തെ മാമാങ്കം നടന്നത്. മഹൽവാരി സമ്പ്രദായം ആദ്യമായി ഏർപ്പെടുത്തിയത് എവിടെയാണ്? ആഗ്രയിലും ഔദിലുമാണ് മഹൽവാരി സമ്പ്രദായം ആദ്യമായി ഏർപ്പെടുത്തിയത്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹമാണ് അലുമിനിയം. അല്ലെങ്കിൽ ക്രയോലൈറ്റ് എന്തിന്റെ അയിരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ്. ഓക്കെ.
കേരളത്തിൽ എലിഫന്റ് ലേക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ എലിഫന്റ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്, ഇടുക്കി ജില്ല. മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം എവിടെയാണ്? ചങ്ങനാശ്ശേരി. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് പെരുന്നയിലാണ്. മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയാണ്. ഡോക്ടർ എം.എ. കാൽബുർഗി ഏത് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു? കന്നഡ ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ഡോക്ടർ എം.എ. കാൽബുർഗി. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി. കുറ്റ്യാടിപ്പുഴയാണ് മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കുറ്റ്യാടി. ധ്രുവദീപ്തി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ്? ധ്രുവദീപ്തി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ്? തെർമോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ധ്രുവദീപ്തി, തെർമോസ്ഫിയർ. അടുത്ത ചോദ്യം, 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിനും ലോകത്ത് ആകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതായിരുന്നു ആ യന്ത്രം? ആവിയന്ത്രം. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്ത് ആകമാനവും വ്യാവസായിക വിപ്ലവത്തിന് കാരണമായത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഭരിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ജപ്പാനിലാണ് ഭരിക്കുന്നത്, ജപ്പാൻ. ജ്ഞാനപ്പാന രചിച്ചത് ആര്? പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാന രചിച്ചത്. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് മക്തി തങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പട്ടണമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പട്ടണമാണ് ജെറീക്കോ. ജെറീക്കോ. പൊക്രാൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പൊക്രാൻ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച വർഷം 1951. 1951 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ചത്. ദേവരായൻ ഒന്നാമന്റെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഇറ്റലിക്കാരനാണ് നിക്കോളോ കോണ്ടി. നിക്കോളോ കോണ്ടിയാണ് ദേവരായൻ ഒന്നാമന്റെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഇറ്റലിക്കാരൻ. നിക്കോളോ കോണ്ടിയാണ്. അടുത്ത ചോദ്യം, ഗ്രാമ്പുവിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഗ്രാമ്പുവിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് മെഡഗാസ്കർ. അങ്കോർവാട്ട് ക്ഷേത്രം പണി കഴിയിപ്പിച്ച രാജാവാണ് സൂര്യവർമ്മൻ. സൂര്യവർമ്മനാണ് അങ്കോർവാട്ട് ക്ഷേത്രം പണി കഴിയിപ്പിച്ചത്, സൂര്യവർമ്മൻ. ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത് കെ.ടി. മുഹമ്മദാണ്. കെ.ടി. മുഹമ്മദാണ് ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത്. കാന്തശക്തിയുടെ യൂണിറ്റ് ആണ് വെബർ. കാന്തശക്തിയുടെ യൂണിറ്റ് എന്താണ്? വെബർ ആണ്. അൽക്കാഹരിദ് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? പാവൽ. പാവലിന്റെ ഇനമാണ് അൽക്കാഹരിദ്. ബൂർബൺ രാജവംശം ഏത് രാജ്യത്താണ് അധികാരത്തിൽ ഇരുന്നത്? ഫ്രാൻസ്. ഫ്രാൻസിലാണ് ബൂർബൺ രാജവംശം അധികാരത്തിൽ ഇരുന്നത്. ഇന്ത്യയിൽ ആഗോളവൽക്കരണം ആരംഭിച്ച വർഷം 1991. 1991 ഇന്ത്യയിൽ ആഗോളവൽക്കരണം ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പട്ടണം നേരത്തെ പറഞ്ഞു. അടുത്ത ചോദ്യം, ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗമാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയാണ് ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനാണ് രാജാ കേശവദാസ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനായിരുന്നത് രാജാ കേശവദാസ് ആണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്, പ്രസ്. ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. ചേരമർ മഹാജനസഭ. ചേരമർ എന്ന് കേട്ട് കഴിഞ്ഞാൽ മിക്കതും സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് തന്നെയാണ്. സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചതും പാമ്പാടി ജോൺ ജോസഫ് ആണ്. എവിടുത്തെ ഭരണാധികാരിയിൽ നിന്നാണ് അൽബുക്കർക്ക് ഗോവ കീഴടക്കിയത്? ബീജാപ്പൂർ. ബീജാപ്പൂരിലെ ഭരണാധികാരിയിൽ നിന്നാണ് അൽബുക്കർക്ക് ഗോവ കീഴടക്കിയത്. ഇംഗ്ലണ്ടിലേക്കുള്ള ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസഡർ എന്നറിയപ്പെട്ടത്? ഇംഗ്ലണ്ടിലേക്കുള്ള ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസഡർ എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജിയാണ്. ആസിയാന്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജക്കാർത്ത. ജക്കാർത്തയിലാണ് ആസിയാന്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സിംഹാസനം, ഇതാണ് നേരത്തെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴയ രാജവംശം ഭരിക്കുന്നത് എവിടെയാണ്? ജപ്പാൻ. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സിംഹാസനവും ജപ്പാനിലാണ്. തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഹുയാങ് സാങ്ങിനെയാണ്.
തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഹുവാങ് സാങ്. ഏത് സംസ്ഥാനത്തിന്റെ ഇ ഗവേണൻസ് പദ്ധതിയാണ് സൗകര്യം? ആന്ധ്രാപ്രദേശിന്റെ ഇ ഗവേണൻസ് പദ്ധതിയാണ് സൗകര്യം. ബോധ്ഗയ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ് ബോധ്ഗയ സ്ഥിതി ചെയ്യുന്നത്. ബോധ്ഗയ എവിടെയാണ്? ബീഹാർ. ഏനമാക്കൽ തടാകം ഏത് ജില്ലയിലാണ്? തൃശൂർ. തൃശൂരിലാണ് ഏനമാക്കൽ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഏത് സംസ്ഥാന സർക്കാരാണ് വിവരാവകാശ നിയമം ആദ്യമായി വിജയകരമായി നടപ്പാക്കിയത്? തമിഴ്നാട് സർക്കാരാണ് വിവരാവകാശ നിയമം വിജയകരമായി ആദ്യമായി നടപ്പാക്കിയത്. കിത്തൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് കിത്തൂർ ചെന്നമ്മയാണ്. കിത്തൂർ ചെന്നമ്മയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. കൽപ്പസൂത്ര രചിച്ചത് ഭദ്രബാഹു. ഭദ്രബാഹു ആണ് കൽപ്പസൂത്ര രചിച്ചത്. ബയോൺ എം എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം. ബയോൺ എം എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് റഷ്യ. റെഡ് ലിറ്റിൽ ബുക്ക് രചിച്ചത് ആരാണ്? റെഡ് ലിറ്റിൽ ബുക്ക് രചിച്ചത് മാവോ സേ തുങ്ങാണ്. മാവോ സേ തുങ്ങാണ് റെഡ് ലിറ്റിൽ ബുക്ക് രചിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ ഒന്നാം നിയമസഭ ആകെ അംഗങ്ങൾ 127. 126 ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും ചേർന്ന് 127 അംഗങ്ങളാണ് ഒന്നാം നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ക്രിസ്തുമതത്തിൽ ചേരുന്നതിനെ തുടർന്ന് കൃഷ്ണാദി ആശാൻ സ്വീകരിച്ച പേരാണ് CK ജോൺ. CK ജോൺ എന്നതാണ് കൃഷ്ണാദി ആശാൻ സ്വീകരിച്ച പേര് ക്രിസ്തുമതത്തിൽ ചേരുന്നതിന് വേണ്ടി. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ ലഫ്റ്റനന്റ് ജനറലാണ് പുനീത അറോറ. പുനീത അറോറയാണ് ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ ലഫ്റ്റനന്റ് ജനറൽ. ഉസൈൻ ബോൾട്ട് ഏത് രാജ്യക്കാരനാണ്? ജമൈക്ക. ജമൈക്കക്കാരനാണ് ഉസൈൻ ബോൾട്ട്. എന്റെ കാശിയാത്ര എന്ന പുസ്തകം രചിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. എന്റെ കാശിയാത്ര എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അർദ്ധനാരീശ്വരൻ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആര്? അർദ്ധനാരീശ്വരൻ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകനാണ് അർദ്ധനാരീശ്വരൻ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിക്കുന്നത് കണ്ണൂർ ജയിലിലാണ്. കണ്ണൂർ ജയിലിലാണ് കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിക്കുന്നത്. തുഗ്ലക് വംശത്തിന്റെ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. തുഗ്ലക് വംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. തമിഴ്നാട്ടിൽ അമരാവതി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു നദിയാണ് പാമ്പാർ. തമിഴ്നാട്ടിൽ അമരാവതി എന്നാണ് പാമ്പാർ അറിയപ്പെടുന്നത്. അമരാവതി, പാമ്പാർ. കോഴിക്കോട് ആസ്ഥാനമായി 1923 ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. കോഴിക്കോട് ആസ്ഥാനമായി 1923 ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. തിരുവിതാംകൂറിൽ സ്വാതി തിരുനാളിന്റെ സിംഹാസനാരോഹണം ഏത് വർഷത്തിൽ? AD 1829 സ്വാതി തിരുനാളിന്റെ സിംഹാസന ആരോഹണം നടന്നത്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം 1881 തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായത്. തീവണ്ടി ആദ്യമായി ആരംഭിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലാണ് തീവണ്ടി ആദ്യമായി ആരംഭിച്ചത്. ഗൈനക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാരിയോൺ സിംസ് ആണ്. ജെയിംസ് മാരിയോൺ സിംസ് ആണ് ഗൈനക്കോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ജെയിംസ് മാരിയോൺ സിംസ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായ ഏഷ്യയ്ക്ക് പുറത്തുള്ള രാജ്യമാണ് കിരിബാറ്റി. കിരിബാറ്റി എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയും എന്തു തന്നെയാണ്? ഹിന്ദി തന്നെയാണ്. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. പ്രത്യേകം ഓർക്കുക, തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം. 1919 വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. 1919 വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. 1926 അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലമാണ് മഞ്ചേരി. 1926 അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരിയാണ്. രാഷ്ട്രം എന്നത് ഞാനാണ്, അല്ലെങ്കിൽ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ഷേർഷായുടെ യഥാർത്ഥ പേരാണ് ഫരീദ്. ഫരീദ് എന്നതാണ് ഷേർഷയുടെ യഥാർത്ഥ പേര്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക. അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും
സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കുമാരഗുരുദേവൻ. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പാമ്പാറിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ പൂർവേഷ്യയിലെ ഏക കരബദ്ധ രാജ്യമാണ് ലാവോസ്. ദക്ഷിണ പൂർവേഷ്യയിലെ ഏക കരബദ്ധ രാജ്യമാണ് ലാവോസ്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 1986 നവംബർ 19. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 1986 നവംബർ 19. ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം രചിച്ചത് വില്യം ദാൽറിംബിൽ ആണ്. ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വില്യം ദാൽറിംബിൽ ആണ്. ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ച വർഷം 2010. ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ച വർഷം 2010. ക്ലോണിങ്ങിലൂടെ ലോകത്ത് ആദ്യമായി എരുമക്കിടാവ് ജനിച്ച രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ആദ്യമായി എരുമക്കിടാവ് ജനിച്ച രാജ്യമാണ് ഇന്ത്യ. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് 3.7. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണ്? 3.7. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ്? ചൈനയിലാണ് ലോകത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക് സാൻ മാറിനോ റിപ്പബ്ലിക് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റിപ്പബ്ലിക്. ചേറ്റുവ കായൽ ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ് ചേറ്റുവ കായൽ. ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ല. 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു. മനുഷ്യന് ഒരു ആമുഖം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെയാണ്. 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെ. G.P. പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം രചിച്ചത്? G.P. പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം രചിച്ചത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. അടുത്ത ചോദ്യം, കേരള പുലയർ മഹാസഭയുടെ സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ P.K. ചാത്തൻ മാസ്റ്റർ ആണ്. ഡബോളിം വിമാനത്താവളം എവിടെയാണ്? ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡബോളിം വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗോവ. ഡിസെന്റ് ഓഫ് മാൻ രചിച്ചത് ചാൾസ് ഡാർവിൻ ആണ് ഡിസെന്റ് ഓഫ് മാൻ രചിച്ചത്. തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് കാവേരി. തമസ അഥവാ ടോൺസ് ഏത് നദിയുടെ പോഷക നദിയാണ്? യമുന നദിയുടെ പോഷക നദിയാണ് തമസ അഥവാ ടോൺസ്. തിരുവിതാംകൂറിന് ലഭിച്ച ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഭാഗം സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുമ്പ് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് കന്യാകുമാരി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദന സംഹാരിയാണ് ആസ്പിരിൻ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദന സംഹാരി. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. കേരളം എത്ര റെയിൽവേ ഡിവിഷനുകളുടെ പരിധിയിൽ വരുന്നു? 3 റെയിൽവേ ഡിവിഷനുകളുടെ പരിധിയിൽ വരുന്നു. ഇന്ത്യയിൽ ധാതുവിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതിയുടെ വിഭാഗത്തിലാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഇന്ത്യയിലെ ധാതുവിഭവങ്ങളിൽ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ 100ാമത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ്? PSLV C-21 ആണ് ഇന്ത്യയിലെ 100ാമത്തെ ബഹിരാകാശ ദൗത്യം. കരയിലെ സസ്തനികളിൽ ഏറ്റവും ആയുസ് കൂടിയത് മനുഷ്യനാണ്. കായംകുളം കായൽ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കായംകുളം കായൽ. വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ സിംഗിൾസ് താരമാണ് PV സിന്ധു. വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ സിംഗിൾസ് താരമാണ് PV സിന്ധു. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ശ്രീലങ്കയിലാണ് കാണപ്പെടുന്നത്. ഏത്? കരിമീൻ. കേരളം എത്ര റെയിൽവേ ഡിവിഷന്റെ പരിധിയിൽ വരുന്നു? നേരത്തെ പറഞ്ഞ ചോദ്യമാണ് 3.
ചുള്ളിയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് ചുള്ളിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ചുള്ളിയാർ അണക്കെട്ട് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. രാഷ്ട്രതന്ത്ര ശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് ഏത് വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പിന്റെ ഭാഗമാണ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് യൂറോപ്പിന്റെ ഭാഗമാണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനമാണ് അങ്കമാലി. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനമാണ് അങ്കമാലി. 1876 ആനന്ദമോഹൻ ബോസുമായി ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപവത്കരിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. വർഷം 1876. ആരുമായി ചേർന്നിട്ടാണ്? ആനന്ദമോഹൻ ബോസുമായി ചേർന്നിട്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ ആര് രൂപീകരിച്ചത്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗണ്യമായ സംഭാവന നൽകിയ അമൃത് ബസാർ പത്രിക എന്ന പത്രം ഏതു ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലാണ് അമൃത് ബസാർ പത്രിക പ്രസിദ്ധീകരിച്ചിരുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരായിരുന്നു? ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആദ്യ വ്യക്തിയാണ് CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർക്കാണ് കേരള സർവകലാശാല ആദ്യമായി ഡോക്ടറേറ്റ് നൽകിയത്. കേരള ചരിത്രത്തിൽ എന്തിനെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത്? കച്ചവട സംഘത്തെയാണ് മണിഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ദേശീയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ദേശീയ നേതാവ് ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിൽ ആദ്യമായി കാനേശുമാരി ഏത് വർഷത്തിലാണ് നടന്നത്? AD 834. AD 834 ആദ്യമായി സെൻസസ് നടന്നത് തിരുവിതാംകൂറിൽ. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നത് ഏത് വർഷത്തിൽ? AD 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നത്. മധ്യകാല കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്നു ശരീരത്തിലൂടെ ഇരുമ്പുപാര അടിച്ചുകയറ്റി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത്. ഈ ശിക്ഷ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചിത്രവധം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം ശ്രീലങ്ക വരെ നീണ്ടുകിടക്കുന്ന ഒന്നായിരുന്നു. സമുദ്രത്താൽ വേർപിരിഞ്ഞ ഈ പ്രദേശങ്ങളിലെ ജീവിവർഗങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായ പക്ഷിയാണ് മാക്കാച്ചിക്കാട. മാക്കാച്ചിക്കാട. അടുത്ത ചോദ്യം, നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേക്ക് പറയുന്ന പേരാണ് മൈലോഗ്രാം. നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേക്ക് പറയുന്ന പേരാണ് മൈലോഗ്രാം. പട്ടം താണുപിള്ള രൂപവത്കരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. 1896 ഫെബ്രുവരി 29 ഗുജറാത്തിലെ ഭദേനി ഗ്രാമത്തിൽ ജനിച്ച 4 വർഷത്തിലൊരിക്കൽ പിറന്നാൾ ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. 1896 ഫെബ്രുവരി 29 ആരാണ് ജനിച്ചത്? മൊറാർജി ദേശായി. മുടി നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ഉപയോഗിച്ചാണ് മുടി നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആഗോള പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്? തായ്ലൻഡിൽ വെച്ചിട്ടാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആഗോള പ്രഖ്യാപനം നടത്തിയത്. വർഷം 1990. എവിടെ വെച്ചിട്ടാണ്? തായ്ലൻഡ്. കുരങ്ങുപനിക്ക് കാരണം വൈറസ്. അപ്പോൾ വൈറസ് ആണ് കുരങ്ങുപനിക്ക് കാരണം. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെയാണ് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് തടവ് ശിക്ഷ ലഭിക്കുന്നത്. 3 വർഷം. മൂർത്തിദേവി അവാർഡ് ഏർപ്പെടുത്തിയത് ജ്ഞാനപീഠം ട്രസ്റ്റാണ്. ജ്ഞാനപീഠം ട്രസ്റ്റാണ് മൂർത്തിദേവി അവാർഡ് ഏർപ്പെടുത്തിയത്. ശരാശരി ഉയരം കൂടുതലുള്ള വൻകരയാണ് അന്റാർട്ടിക്ക. ശരാശരി ഉയരം ഏറ്റവും കൂടുതലുള്ള വൻകരയാണ് അന്റാർട്ടിക്ക. ഏറ്റവും സാധാരണമായ കരൾ രോഗം ഏതാണ്? മഞ്ഞപ്പിത്തം. കരളിൽ സംഭരിക്കാവുന്ന വൈറ്റമിൻ ആണ് വിറ്റാമിൻ എ. കരളിൽ സംഭരിച്ചിരിക്കാവുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്. ആരാണ്? റോബർട്ട് ക്ലൈവ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസിയാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസിയാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസാക്കിയ വർഷം 1995. അതനുസരിച്ച് 1996 കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്.
ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് 1931 നവംബർ 1. കടമ്മനിട്ട, ഓതറ, നീലംപേരൂർ എന്നിവ എന്തിനാണ് പ്രസിദ്ധം? കടമ്മനിട്ട, ഓതറ, നീലംപേരൂർ പടയണിക്കാണ് പ്രസിദ്ധം. ഇതിൽ കടമ്മനിട്ടയാണ് PSC സ്ഥിരമായിട്ട് ചോദിക്കാറ്. വേറെ 2 സ്ഥലങ്ങളും കൂടി ഓർത്തു വെച്ചിരിക്കുക. ഓതറ, നീലംപേരൂർ പടയണിക്കാണ് പ്രസിദ്ധം. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. എക്സൽ ഗ്ലാസ് ഫാക്ടറി ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് എക്സൽ ഗ്ലാസ് ഫാക്ടറി. ഏറ്റവും ഉയരം കൂടിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും ഉയരം കൂടിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള സസ്യങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള സസ്യങ്ങൾ ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസ്. കരയിലെ സസ്തനികളിൽ ഏറ്റവും നീളം കൂടിയ നട്ടലുള്ളത് ജിറാഫിനാണ്. ഏറ്റവും നീളമുള്ളതും ജിറാഫിനല്ലേ, അപ്പൊ ഏറ്റവും നീളം കൂടിയ നട്ടലുള്ളതും ജിറാഫിനാണ്. തൂണക്കടവ് പദ്ധതി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് തൂണക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് അച്യുതമേനോൻ. C. അച്യുതമേനോനാണ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPLന്റെ ആസ്ഥാനം മുംബൈയിലാണ്. IPLന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യയിൽ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. ഇന്ത്യയിൽ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ആണ്. 1922 റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? വർഷം 1922 ഡെറാഡൂണിലാണ് റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ് സ്ഥാപിച്ചത്. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്. അടുത്ത ചോദ്യം, ഭാഷാ പോഷണി സഭയുടെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഭാഷാ പോഷണി സഭയുടെ സ്ഥാപകൻ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ബാർബഡോസിന്റെ തലസ്ഥാനമാണ് ബ്രിഡ്ജ് ടൗൺ. ബ്രിഡ്ജ് ടൗൺ ആണ് ബാർബഡോസിന്റെ തലസ്ഥാനം. ബാർബഡോസിന്റെ തലസ്ഥാനമാണ് ബ്രിഡ്ജ് ടൗൺ. വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മുദ്രാ പദ്ധതി. മുദ്രാ പദ്ധതി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമാണ് അഭയാർത്ഥി പ്രശ്നം. ഇത് SCERTയിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അഭയാർത്ഥി, റെഫ്യൂജീസിന്റെ പ്രശ്നമാണ്. മാക്സസെ അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിക്കുന്ന തീയതിയാണ് ഓഗസ്റ്റ് 31. മാക്സസെ അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിക്കുന്ന തീയതി ഓഗസ്റ്റ് 31. മുഗൾ ചക്രവർത്തിമാരിൽ ആദ്യമായി വൻതോതിൽ മന്ദിര നിർമ്മാണം നടത്തിയത് അക്ബർ ആണ്. മുഗൾ ചക്രവർത്തിമാരിൽ ആദ്യമായി വൻതോതിൽ മന്ദിര നിർമ്മാണം നടത്തിയത് അക്ബർ ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഏത്? ഫോട്ടോ വോൾട്ടായിക്. സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോ വോൾട്ടായിക്. ഏഷ്യയിലെ ഒരേയൊരു നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഏഷ്യയിലെ ഒരേയൊരു നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ കണം ഏതാണ്? കോസ്മിക് രശ്മിയാണ്. ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ കണം കോസ്മിക് രശ്മി. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവാണ് K. കരുണാകരൻ. അയ്യത്താൻ ഗോപാലൻ ദളിത് വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി എലമെന്ററി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. അയ്യത്താൻ ഗോപാലൻ ദളിത് വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി എലമെന്ററി സ്കൂൾ സ്ഥാപിച്ചത് കോഴിക്കോട്. ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി മ്യൂസിയം എവിടെയാണ്? ഡെറാഡൂണിലാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി മ്യൂസിയം. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം നിലവിൽ വന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ATM എവിടെയാണ് വന്നത്? മുംബൈയിലാണ് വന്നത്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് അഥവാ റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. രഞ്ജിത്ത് സിംഗിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? രഞ്ജിത്ത് സിംഗിന്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. 2 സയൻസ് വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ഏക വ്യക്തിയാണ് മാഡം ക്യൂറി. 2 സയൻസ് വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ഏക വ്യക്തിയാണ് മാഡം ക്യൂറി. ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. ഏറ്റവും വിസ്തീർണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. ഏറ്റവും വിസ്തീർണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവലാണ് ദേവദാസ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവലാണ് ദേവദാസ്.
ഏത് മതവിഭാഗത്തിന്റെ ആചാരമാണ് യോം കിപ്പർ? യോം കിപ്പൂർ എന്നത് ഏത് മതവിഭാഗത്തിന്റെ ആചാരമാണ്? യഹൂദ. ഏത് ജില്ലയിലാണ് മലങ്കര ജലവൈദ്യുത പദ്ധതി? ഇടുക്കി ജില്ലയിലാണ് മലങ്കര ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സ്റ്റേറ്റായി പ്രഖ്യാപിച്ചത് പഞ്ചാബിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സ്റ്റേറ്റായി പ്രഖ്യാപിച്ചത് പഞ്ചാബിനെ. സുഗുണവർദ്ധിനി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലൻ. ചോദ്യം, ഷേക്സ്പിയറുടെ ടേമിംഗ് ദ ഷ്രൂ എന്ന നാടകം കലഹിനിത മനകം എന്ന പേരിൽ 1894 മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കലഹിനിത മനകം എന്ന പേരിൽ 1894 മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ ആസ്ഥാനമാണ് പനങ്ങാട്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? പനങ്ങാടാണ്. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് A.O. ഹ്യൂം ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ വായുള്ളത് ഹിപ്പോപ്പൊട്ടാമസിനാണ്. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മത്സരിച്ച വനിതയാണ് KR ഗൗരിയമ്മ. ഗോരി തേരാ ഗാവോൺ ബഡാ പ്യാര. ഗോരി തേരാ ഗാവോൺ ബഡാ പ്യാര എന്ന ഗാനം രവീന്ദ്ര ജെയിനിന്റെ സംഗീതത്തിൽ ആലപിച്ചത് KJ യേശുദാസ് ആണ്. പെരുമാൾ തിരുമൊഴി എഴുതിയത് കുലശേഖര ആഴ്വാർ ആണ്. പെരുമാൾ തിരുമൊഴി എഴുതിയത് കുലശേഖര ആഴ്വാർ ആണ്. ബർട്രാൻഡ് റസലിന് സാഹിത്യ നൊബേൽ ലഭിച്ച വർഷം 1950 ബർട്രാൻഡ് റസലിന് സാഹിത്യ നൊബേൽ സമ്മാനം ലഭിച്ചത്. കേരള നിയമസഭയുടെ സ്പീക്കറായ ആദ്യത്തെ PSP നേതാവാണ് D. ദാമോദരൻ പോറ്റി. കേരള നിയമസഭയുടെ സ്പീക്കറായ ആദ്യത്തെ PSP നേതാവാണ് D. ദാമോദരൻ പോറ്റി. ജ്ഞാനപീഠം നേടിയ കോസല എന്ന മറാത്ത നോവൽ രചിച്ചത് ബാലചന്ദ്ര നെമാഡെ ആണ്. ജ്ഞാനപീഠം നേടിയ കോസല എന്ന മറാത്ത നോവൽ രചിച്ചതാരാണ്? ബാലചന്ദ്ര നെമാഡെ. അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. മംഗോളിയയുടെ തലസ്ഥാനമാണ് ഉലാൻബേറ്റർ ആണ് മംഗോളിയയുടെ തലസ്ഥാനം. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളം. ബങ്കനപ്പള്ളി, മൽഗോവ, നീലം എന്നിവ എന്താണ്? മാങ്ങയുടെ വിവിധ ഇനങ്ങളാണ് ബങ്കനപ്പള്ളി, മൽഗോവ, നീലം എന്നത്. മലയാളി മെമ്മോറിയലിന്റെ മൂന്നാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരെന്താണ്? സുബ്ബരായൻ എന്നതാണ് തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര്. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. പ്രയുക്ത ജന്തുശാസ്ത്രം അപ്ലൈഡ് സുവോളജിയുടെ പിതാവ് കോൺറാഡ് ജസ്നർ ആണ് പ്രയുക്ത ജന്തുശാസ്ത്രം അഥവാ അപ്ലൈഡ് സുവോളജിയുടെ പിതാവ്. ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ മലമുകൾ ഗാഗുൽത്ത മലമുകളിൽ വെച്ചിട്ടാണ് ക്രിസ്തുവിനെ തൂക്കിലേറ്റിയത്. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. ശ്രീലങ്കയുടെ തലസ്ഥാനം എവിടെയാണ്? കൊളംബോയിലാണ്. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റു ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് മലനാട്. ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ആയിട്ട് വീഡിയോ ഒന്നുകൂടെ കാണുക. അപ്പോൾ തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്